തമിഴ്നാട്ടിലേക്ക് പോയാൽ തമിഴ്നാട്ടിൽ പത്രികാ സമർപ്പണം ശക്തി പ്രകടനമാക്കി മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. കൊളത്തൂർ മണ്ഡലത്തിലാണ് സ്റ്റാലിൻ പത്രിക നൽകിയത്. ആവേശകരമായ പ്രകടനത്തോടെയാണ് പത്രിക നൽകാനായി സ്റ്റാലിൻ എത്തിയത്. അതേസമയം കന്നി അംഗത്തിന്റെ ഇറങ്ങുന്ന വിജയ് പെരമ്പൂർ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തുടർന്ന് നടന്ന റാലിയിൽ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ഏപ്രിൽ 6 വരെയാണ് തമിഴ്നാട്ടിൽ പത്രിക സമർപ്പിക്കാനുള്ള സമയം. അജയ് സുധാ ബിജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജയ്, ആദ്യ പോരാട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് വിജയ് ഇറങ്ങുന്നത്. 243 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ രണ്ടുപേരും പത്രിക നൽകിയിരിക്കുന്നു. എത്രത്തോളം ആവേശമാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്? രേണുക, ഒരു ശക്തി പ്രകടനമായിട്ട് തന്നെയാണ് പത്രിക സമർപ്പിക്കാൻ വേണ്ടി നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള എം.കെ. സ്റ്റാലിൻ എത്തിയത്. അദ്ദേഹം ഇതിനു മുൻപേ 2011-ലും 2016-ലും പിന്നെ 2021-ലുമെല്ലാം തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന കൊളത്തൂർ മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പത്രിക സമർപ്പിച്ചത്. വിജയ് മത്സരിക്കുന്ന പെരമ്പൂർ മണ്ഡലത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ചെന്നൈ പരിധിയിൽ തന്നെയുള്ള ഒരു മണ്ഡലം തന്നെയാണ് കൊളത്തൂർ എന്ന് പറയുന്നത്. അവിടെ വലിയ തൻ്റെ വിജയ് എങ്ങനെയാണോ തൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ശക്തി പ്രകടനം നടത്താറുള്ളത്, അതുപോലെ തന്നെ വലിയ രീതിയിൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടെയാണ് സ്റ്റാലിനും റാലിയായി എത്തി പത്രിക സമർപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പൊതുസമ്മേളനത്തിൽ ഉൾപ്പെടെ സംസാരിക്കുകയുണ്ടായിരുന്നു. DMKയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത്. അപ്പോൾ അതിൽ തന്നെ ഊന്നിയായിരുന്നു സ്റ്റാലിൻ സംസാരിച്ചത്. സ്റ്റാലിൻ പറഞ്ഞത് ഇത് തമിഴ്നാടിൻ്റെ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പത്രികയാണ് DMKയുടെ. തമിഴ്നാടിനെ സംബന്ധിച്ച് ഒരു ഗെയിം ചേഞ്ചിങ് ഇലക്ഷനാണ് ഈ വരാനിരിക്കുന്നതെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. ഇതിന് സംബന്ധിച്ച് അദ്ദേഹം നിരവധി ഇപ്പോൾ ക്ഷേമ പദ്ധതികൾക്കൊപ്പം യുവാക്കളെയും സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിടുന്ന പദ്ധതികൾക്കുൾപ്പെടെ സ്റ്റാലിൻ തുടക്കമിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം TVKയുടെ പ്രകടന പത്രിക പുറത്തു വന്നിരുന്നു. ഏതാണ്ട് അതിന് സമാനമായി തന്നെ പ്രധാനമായിട്ടും DMKയുടെ പ്രകടന പത്രികയിലും ലക്ഷ്യമിടുന്നത് സ്ത്രീകളെയും യുവാക്കളെയും തന്നെയാണ്. സ്ത്രീകൾക്ക് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ധനസഹായം, അത് 1000 പ്രതിമാസ ധനസഹായം, അത് 1000 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി ഉയർത്തും എന്നത് അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനമാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 10 ലക്ഷം വീടുകൾ നിർമ്മിച്ചു. അതുപോലെ കുട്ടികളുടെ പ്രഭാത ഭക്ഷണം ഇനി ഉടൻ തന്നെ 8ാം ക്ലാസ് വരെ ഉയർത്തും എന്നുള്ള പ്രഖ്യാപനമുണ്ട്. അതുമാത്രമല്ല കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന പുതുമൈ പെൺമൈ എന്ന് പറയുന്ന പദ്ധതി അനുസരിച്ചുള്ള തുക അത് 1500 രൂപയായി വർദ്ധിപ്പിക്കും. പ്രധാനമന്ത്രിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി അതിൻ്റെ പരിധി 5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കും. തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ, നിരവധി ക്ഷേമ പ്രഖ്യാപനങ്ങളും യുവാക്കളെയും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ട്. 35 ലക്ഷം വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ ഉടൻ തന്നെ അടുത്ത തവണ അധികാരത്തിൽ കയറിയാൽ വിതരണം ചെയ്യും. അതുപോലെ 18 ലക്ഷം കോടിയുടെ വിദേശ സഹായം അത് തമിഴ്നാട്ടിലേക്ക് എത്തിക്കും തുടങ്ങിയിട്ടുള്ള വൻ പ്രഖ്യാപനങ്ങളാണ്. അതുമാത്രമല്ല സ്റ്റാലിൻ 2.0 അത് ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഖ്യാപനങ്ങളും. അതിന് പിന്നാലെ വിജയുടെ പ്രകടന പത്രിക ഈ ഒരു അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും ഏതാണ്ട് അതേ സമയത്ത് തന്നെ നടന്നിരുന്നു. 12 മണിയോടെയാണ് വിജയും ഈ ഒരു തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിയത്. പെരമ്പൂർ മണ്ഡലത്തിലാണ് വിജയ് ഇത്തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ DMK വിജയിച്ച ഏതാണ്ട് 54,000 വോട്ടുകൾക്ക് മുകളിൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച മണ്ഡലമാണ്. DMKയുടെ വലിയ ഒരു ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ ഏതാണ്ട് 40 വർഷത്തിനുള്ളിൽ 2 തവണ മാത്രമാണ് അവിടെ മറ്റൊരു പാർട്ടി AIADMK അധികാരത്തിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര വലിയൊരു കോട്ട
കോട്ടയിൽ തന്നെയാണ് വിജയ് മത്സരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പത്രിക സമർപ്പിച്ചതിന് ശേഷം വലിയൊരു റാലി ഉൾപ്പെടെ വിജയ് നടത്തിയിരുന്നു. അപ്പോൾ ഈ റാലിയിലും വലിയൊരു പൊതുജന പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. നിരവധി പ്രവർത്തകർ ഈ റാലിയിലേക്ക് ഒഴുകിയെത്തി. അതിനുശേഷം റാലിക്ക് ശേഷം വിജയ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ തൻ്റെ ജന്മനാട്ടിൽ നിന്ന് തന്നെ തമിഴ്നാട്ടിലെ പ്രചരണം തുടങ്ങുന്നു. തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലങ്ങളും തനിക്ക് ഒരുപോലെയാണ്. എന്നാലും നമ്മുടെ ജന്മനാട്ടിൽ നിന്ന് പ്രചരണം തുടങ്ങുക എന്നത് അതൊരു പ്രത്യേകതരം അങ്ങനെ ജനങ്ങളെ വളരെ കയ്യിലെടുക്കുന്നതിനുള്ള തരത്തിലുള്ള പല ഡയലോഗുകളും വിജയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. എന്തായാലും ആ വാക്കുകൾ ഒന്നുകൂടി കേട്ടതിന് ശേഷം തിരിച്ചെത്താം. அஜய், மக்களுக்கான அடிப்படை வசதிகள், பாதுகாப்பு, இதெல்லாம் எதை பத்தி முக்கியமே கிடையாது. அவருக்கும் இந்த திமுக அரசுக்கும் இந்த 5 வருஷத்துல என்ன முக்கியம் தெரியுமா? குடும்பத்தோட சேர்ந்து கொள்ளையடிச்சதான் முக்கியம். உங்களுக்கான வேலை வாய்ப்பு இல்லாத இந்த ஸ்டாலின் சார் சர்க்காரை என்ன பண்ணலாம்? தூக்கி வீசி எறிவோமா? உங்களுக்கு பாதுகாப்பு இல்லாத, உங்களுக்கு வேலை வாய்ப்பு இல்லாத இந்த தீய சக்தி திமுக அரசு என்ன பண்ணலாம்? தூக்கி வீசி எறிவோமா? அடுத்து வண்டியா வச்சிருக்கிற பணத்தை என்ன பண்றதுன்னு தெரியாம இப்ப உங்க எல்லார்கிட்டயும் கொடுத்து எப்படியாவது ஜெயிச்சிடலாம்னு கனவு காணிட்டு இருப்பாங்க. நான் முன்னாடியே சொன்ன மாதிரி எல்லாத்தையும் வாங்கிக்கங்க. வாங்கிக்கிட்டு அவங்க காதுலயே விசில ஊதி அனுப்புங்க. எப்படி? அவங்க செவிலே விசில ஊதி அனுப்புங்க. காலங்காத்தால பக்காவா ரெடி ஆயிட்டு உங்க ஓட்டர் ஐடி கார்டை கையில எடுத்துக்கிட்டு முதல்ல பூத்துல போய் நின்னு அந்த விசிலுக்கு நேரா இருக்கிற அந்த பட்டனை ஒரு அழுத்துங்க. அதனால உங்க விஜய்க்கு, உங்க அண்ணனுக்கு, உங்க தம்பிக்கு, உங்க பிள்ளைக்கு ஒரே ஒரு வாய்ப்பு கொடுங்க.